Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയുടെ സമ്പൂർണ്ണ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ 120 പ്രമുഖ ബിസിനസ് നേതാക്കൾ ലേബറിന് പരസ്യ പിന്തുണയുമായി രംഗത്ത്. പൊതുതെരഞ്ഞെടുപ്പിൽ ലേബറിനെ പിന്തുണച്ച 120-ലധികം വ്യവസായ പ്രമുഖർ തുറന്ന കത്തെഴുതി. ഷെഫ് ടോം കെറിഡ്ജ്, ഹീത്രോവിന്റെ മുൻ സിഇഒമാരായ JP മോർഗൻ, ആസ്റ്റൺ മാർട്ടിൻ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന വ്യക്തികൾ പറഞ്ഞത് യുകെയുടെ മുഴുവൻ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ ബിസിനസ്സുമായി പ്രവർത്തിക്കാൻ ലേബറിന്റെ വിജയം ആഗ്രഹിക്കുന്നുവെന്നാണ്. രാജ്യത്തെ മാറ്റാനും ബ്രിട്ടനെ ഭാവിയിലേക്ക് നയിക്കാനുമുള്ള അവസരം പൊതുജനങ്ങൾ ഇപ്പോൾ നൽകണമെന്ന് അവർ പറഞ്ഞു. ലേബർ നേതാവ് സർ കീർ സ്റ്റാർമറും അദ്ദേഹത്തിന്റെ ഷാഡോ ചാൻസലർ റേച്ചൽ റീവ്സും ജെറമി കോർബിനിൽ നിന്ന് പാർട്ടി ഏറ്റെടുത്തതിനു ശേഷം ബിസിനസ് സമൂഹത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പണ്ടേ തുടങ്ങിയിരുന്നു. ടൈംസിൽ അച്ചടിച്ചതും വിക്കിലീക്സിന്റെ സ്ഥാപകരായ ജിമ്മി വെയിൽസും കൗരു കിഡ്സും ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഒപ്പിട്ടതാണ് തുറന്ന കത്ത്. ബിസിനസ് ആളുകൾ ഒരു മാറ്റത്തിനുള്ള സമയമായി എന്ന് കത്തിൽ പറഞ്ഞു. ഇപ്പോൾ വളരെ കാലമായി അസ്ഥിരത, സ്തംഭനാവസ്ഥ, ദീർഘകാല ശ്രദ്ധക്കുറവ് എന്നിവയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാകാനുള്ള സാധ്യത യുകെക്കുണ്ട് എന്ന് അവർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ സ്ഥിരതയുടെ അഭാവവും സ്ഥിരമായ സാമ്പത്തിക തന്ത്രത്തിന്റെ അഭാവവും അതിനെ തടയുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടോറി പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ലൂസി അലൻ പാർട്ടി വിട്ട് എതിരാളികളായ റീഫോം പാളയത്തിലെത്തി. തന്റെ സീറ്റിൽ മത്സരിക്കാത്ത ലൂസി അലൻ തന്റെ മണ്ഡലത്തിലെ റീഫോം പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ടെൽഫോർഡിന്റെ സ്ഥാനമൊഴിയുന്ന MP-യായ ലൂസി അലൻ മണ്ഡലത്തിലെ അടുത്ത MP-യാകാൻ എതിരാളിയായ റീഫോം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന അലൻ ആഡംസിനെ പിന്തുണയ്ക്കുന്നതായി എക്സിൽ പറഞ്ഞു. 2015 മുതൽ ടെൽഫോർഡിനെ പ്രതിനിധീകരിക്കുന്ന അലൻ താൻ കൺസർവേറ്റീവ് പാർട്ടി ഉപേക്ഷിച്ചുവെന്ന് PA ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ടെൽഫോർഡിന്റെ അടുത്ത MP-യാകാൻ അലൻ ആഡംസിനെ പിന്തുണയ്ക്കുന്നതിനായി ഞാൻ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, അലൻ പറഞ്ഞു. എനിക്ക് നിരവധി വർഷങ്ങളായി അലനെ അറിയാം. ജോലിക്ക് ഏറ്റവും മികച്ച വ്യക്തിയാണ് അദ്ദേഹം. ടെൽഫോർഡിന് ഏറ്റവും നല്ലത് എനിക്ക് വേണം. ലേബർ സ്ഥാനാർത്ഥിയെ വെറുതെ ജയിപ്പിച്ചുവിടാൻ എനിക്ക് കഴിയില്ല, അലൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ നിൽക്കാത്ത 78 ടോറി MP-മാരിൽ ഒരാളാണ് അലൻ. ലോകമെമ്പാടുമുള്ള 300 ദശലക്ഷത്തിലധികം കുട്ടികൾ പ്രതിവർഷം ഓൺലൈനിൽ ലൈംഗിക ചൂഷണവും ദുരുപയോഗവും നേരിടേണ്ടി വരുന്നതായി കണ്ടെത്തൽ. എഡിൻസ്ബർഗ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയത്. കഴിഞ്ഞ വർഷം വിവിധ രാജ്യങ്ങളിലെ 12.6% കുട്ടികൾക്ക് ലൈംഗിക ഉള്ളടക്കത്തോടുള്ള മെസ്സേജുകൾ ലഭിച്ചിരുന്നു. സമാന രീതിയിൽ 12.5% കുട്ടികൾ സെക്സ്റ്റിംഗിന് ഇരയാണെന്നും ഗവേഷക സംഘം കണ്ടെത്തി. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഡീപ് ഫേക്ക് പോലുള്ള നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യകളാണ് കുറ്റവാളികൾ ഉപയോഗിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. എഡിൻബർഗ് സർവകലാശാലയുടെ ഗവേഷക സംഘം പുറത്തുവിട്ട കണക്കുകളിൽ ഒന്നാമത് US ആണ്. സർവകലാശാലയുടെ ചൈൽഡ് ലൈറ്റ് എന്ന സംരംഭം നടത്തിയ പഠനത്തിൽ US-ലെ 14 ദശലക്ഷം പുരുഷന്മാരും ഓൺലൈനിൽ കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തതായി കണ്ടെത്തി. UK-ലെ 1.8 ദശലക്ഷം പുരുഷന്മാർ ഇത് സമ്മതിച്ചു. കുട്ടികൾക്കെതിരായ ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾ രഹസ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് പലരും സമ്മതിച്ചിരിക്കുന്നു. ബ്രിസ്റ്റോളിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളികളിലൊന്ന് 160-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ നേഴ്സറി സ്കൂളാക്കി മാറ്റുന്നു. സ്നാപ്ഡ്രാഗൺസ് നേഴ്സറി ശൃംഖലയാണ് ബെഡ്മിൻസ്റ്ററിലെ ഹോളി ക്രോസ് RC ചർച്ച് ഒരു പുതിയ നേഴ്സറിയാക്കി മാറ്റാൻ പോകുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സൗത്ത് ബ്രിസ്റ്റോളിലെ ഏറ്റവും വലിയ നേഴ്സറി ആയിട്ടാണ് ഇത് മാറുക. 1960-കളിൽ നിർമ്മിച്ച പള്ളി വികാരിയുടെ തൊട്ടടുത്തുള്ള ആൾതാമസമില്ലാത്ത വീടും ആ പ്രദേശവും മാറ്റി കാർ പാർക്കിംഗ് ഏരിയയാക്കി പള്ളി കെട്ടിടം വിപുലീകരിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റുഡിയോ ലൈം ആർക്കിടെക്റ്റുകളാണ് ഇത് സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. തകർച്ചയുടെ വക്കിലായിരുന്ന ഈ പള്ളി നവീകരിക്കുവാൻ, പ്രത്യേകിച്ച് മേൽക്കൂര പൊളിച്ചു പണിയുവാൻ 1.75 മില്യൺ പൗണ്ട് വേണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2018-ലാണ് ഈ പള്ളി അടച്ചത്. 100-ൽ താഴെ കോൺഗ്രിഗേഷനുകളെ ഈ പള്ളിയിൽ കീഴിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ. പൂർണ്ണമായും ലാറ്റിൻ ഭാഷയിൽ ആഴ്ചതോറും കുർബാന നടന്നിരുന്ന ബ്രിസ്റ്റോളിലെ അവസാനത്തെ ദേവാലയമായിരുന്നു ഇത്. ഇനി നാട്ടിലെ വാർത്തകൾ. ജൂണിലെ കാലവർഷം കേരളത്തിലടക്കം പതിവും കടുക്കുമെന്ന് റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 2ാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജൂണിൽ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും. കാലവർഷം മെയ് 31-ന് കേരളത്തിലെത്തുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയൊട്ടാകെ 106% മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്.
പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. സ്പെഷ്യൽ ആംഡ് പോലീസ്, KAP 3-ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 461 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടക്കുക. തിരുവനന്തപുരം പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൗണ്ടിലാണ് ചടങ്ങ് നടക്കുന്നത്. രാവിലെ 7:30 ആരംഭിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കും. വാഹനപുക പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പരിശോധനയ്ക്കെത്തുന്ന എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് വിജയിക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല. യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ പോലും ടെസ്റ്റിൽ വിജയിക്കുന്ന പ്രവണത വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെയൊരു നീക്കം. ഇതിനായുള്ള പുതിയ സോഫ്റ്റ്വെയർ പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം പല രീതികളിലുള്ള വാഹനങ്ങൾക്ക് ഒരേ പരിശോധനാ ഫലം നൽകിയ പുകപരിശോധനാ യന്ത്രങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിമ്പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ഫുട്ബോളിൽ റെക്കോർഡ് കുറിച്ചു. ഇന്ന് അൽ നസറിനായി ഇരട്ട ഗോളുകൾ അടിച്ച റൊണാൾഡോ സൗദി പ്രോ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന താരമായി മാറി. റൊണാൾഡോ ഈ സീസണിൽ 35 ഗോളുകളാണ് ആകെ ലീഗിൽ അടിച്ചത്. ഹംദല്ലയുടെ റെക്കോർഡാണ് റൊണാൾഡോ തകർത്തത്. 2019 ഹംദല്ല 34 ഗോളുകൾ ലീഗിൽ ഒരു സീസണിൽ നേടിയിരുന്നു. റൊണാൾഡോ ഇന്ന് അൽ ഇത്തിഹാദിനെതിരെ 2 ഗോളുകൾ അടിച്ചു. 45-ാം മിനിറ്റിലും 63-ാം മിനിറ്റിലുമായിരുന്നു ഈ ഗോളുകൾ. ആകെ 4-2 എന്ന സ്കോറിന് അൽ നസർ വിജയിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.23 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio